വീണ്ടും ശരത് കെ ശശിയിലേക്ക് പോവുകയാണ്. ബജറ്റിൻ്റെ അച്ചടി രൂപം ഇതിനകം തന്നെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. ബജറ്റ് രാവിലെ 9 മണിക്കാണ് അവതരിപ്പിക്കുന്നത്. അല്പസമയത്തിനകം തന്നെയും അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്ന് നിയമസഭയിലേക്ക് പുറപ്പെടും. ബജറ്റ് 9 മണിക്ക് അവതരിപ്പിക്കുമെന്ന് പറയുമ്പോൾ 11 മണിയോടുകൂടി 12 മണിയോടുകൂടി അവസാനിക്കുമായിരിക്കും അല്ലേ? അതെ, 2 മണിക്കൂർ മതി. 2 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു 2.25 മണിക്കൂർ കണ്ട് ഐസക് നടത്തിയ പ്രസംഗം. അത്രയൊന്നും വലിയ ആവശ്യം യഥാർത്ഥത്തിലില്ല. കെ എൻ ബാലഗോപാൽ ഉദ്ധരണികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചാണ് സാധാരണ ബജറ്റിൽ പറയാറുള്ളത്. പൗർണമിയിലേക്ക് ബജറ്റ് എത്തുന്നതേ ഉള്ളൂ. നമ്മുടെ ശരത് അതൊക്കെ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പൗർണമിയിൽ എത്തിയോ പ്രിന്റഡ് ബജറ്റ്? ശരത്തുണ്ടോ? ശരത്തെ ഇപ്പോൾ നമുക്ക് ധനമന്ത്രിയെ കാണാം. ദൃശ്യത്തിൽ പ്രിന്റഡ് രൂപം എത്തിയിരിക്കുന്നു. ധനമന്ത്രിയെ നമുക്ക് പൗർണമിയിൽ നിന്ന് തത്സമയം കാണാവുന്നതാണ്. ഉദ്യോഗസ്ഥരാണ്, ധനമന്ത്രി അല്ല. ഞാൻ ചെറിയ സ്ക്രീനിലാണ് കാര്യങ്ങൾ കാണുന്നത്. ഓക്കെ, ബജറ്റിൽ എന്ത് എന്ന ആകാംക്ഷ അവസാനിക്കാൻ ഇനി ഒരു 1.5 മണിക്കൂറിന്റെ അകലം മാത്രമേ ഉള്ളൂ. 9 മണിക്കാണ് ബജറ്റ് അവതരണം തുടങ്ങുന്നത്. സാമ്പത്തിക പ്രതിസന്ധി കാലമാണ്, അതുകൊണ്ട് തന്നെ എന്തൊക്കെയായിരിക്കും ഇതിൽ ഉണ്ടാവുക? ശരത്തെ പറഞ്ഞോളൂ. പ്രിന്റഡായി ഇനി എന്തൊക്കെയാണ് നടപടികൾ? അല്പസമയത്തിനകം ബജറ്റ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഏറ്റുവാങ്ങും. ഉദ്യോഗസ്ഥരെല്ലാം ഔദ്യോഗിക വസതിയിൽ എത്തിക്കഴിഞ്ഞു. പ്രിന്റഡായ ബജറ്റ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. പ്രിന്റഡായ ബജറ്റ് ഇപ്പോൾ പൗർണമിയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഈ ബജറ്റ് ഏറ്റുവാങ്ങിയ ശേഷം ബജറ്റ് ഒന്ന് ധനമന്ത്രി വായിച്ചു നോക്കും. നേരത്തെ ഇന്നലെ 1:15 വരെ ഈ ബജറ്റ് എഴുത്തുമായി ബന്ധപ്പെട്ട തിരക്കിലായിരുന്നു മന്ത്രി. അതിനുശേഷം ഇപ്പോൾ ആ ബജറ്റ് ഒരിക്കൽ കൂടി അദ്ദേഹം വായിച്ചു നോക്കിയ ശേഷം പിന്നീട് ബ്രേക്ക്ഫാസ്റ്റ്, അതിനുശേഷം നേരെ നിയമസഭയിലേക്ക്. സാധാരണഗതിയിൽ ഈ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് വേണ്ടി പുറപ്പെടുന്നതിന് മുൻപായി ധനമന്ത്രി മാധ്യമങ്ങളോട് ഒരു പ്രതികരണം നടത്താറുണ്ട്. ആ ബജറ്റിൻ്റെ ഉള്ളടക്കം സംബന്ധിച്ചല്ലെങ്കിലും ആ ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട് പങ്കുവയ്ക്കുന്നതായിരിക്കും ആ പ്രതികരണം. അത്തരമൊരു പ്രതികരണം നമ്മൾ ധനമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം കടന്നു പോകുന്ന ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ കയ്യടി നേടാൻ വേണ്ടി പറ്റുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അതിൻ്റെയൊക്കെ ചില സൂചനകൾ ഏതായാലും മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഈ ഒരു പ്രതികരണത്തിൻ്റെ ഘട്ടത്തിൽ ഉണ്ടാവുകയും ചെയ്യും. കൃത്യസമയത്ത് തന്നെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട്. 7:30 തന്നെ ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. അവർ ഈ പ്രിൻ്റ് ചെയ്ത ബജറ്റ്, അവരുടെ ഒരു പെട്ടി അവരുടെ ബാഗ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ വ്യക്തവുമാണ്. മന്ത്രി ഇപ്പോഴും എത്തിയിട്ടില്ല. അല്പസമയത്തിനകം മന്ത്രി ബജറ്റ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഇവിടെ എത്തും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഒരുക്കങ്ങളെല്ലാം അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ഈ ബജറ്റ് വായിച്ചു നോക്കേണ്ടതുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം ഒന്നുകൂടി മന്ത്രി പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും പിന്നീട് പുറത്തേക്ക് ഇറങ്ങി നേരെ നിയമസഭയിലേക്ക് പോവുക. ഏതായാലും ശരത്ത്, നമ്മൾ അങ്ങോട്ടേക്ക് എത്താം. മന്ത്രിക്ക് ബജറ്റ് കൈമാറുന്നതിനായി ഉദ്യോഗസ്ഥർ എത്തിയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ വസതിയായ പൗർണമിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്.